അല്ലാഹു നൽകിയത് ദുനിയാവിൽ രാജാധികാരം കൊണ്ട് വലിയ അക്രമം സൃഷ്ടിച്ച് വലിയ കൊലപാതകങ്ങൾ നടത്തിയിട്ട് അല്ലാഹുവിനെ പോലും വെല്ലുവിളിച്ച ഫിർഔൻ അവൻ തോറ്റുപോയി. ദുനിയാവ് അവരൊക്കെ ഉപയോഗിച്ചത് ദുനിയാവിന്റെ ഭംഗിക്ക് വേണ്ടിയും സൗന്ദര്യത്തിനും വേണ്ടിയാണ്. ഞാൻ എൻ്റെ മൂമിനീങ്ങളോട് മൂമിനാത്തുകളോട് പറയട്ടെ, ദുനിയാവിലെ ഹ്രസ്വകാലം അത് ആസ്വദിക്കാൻ വേണ്ടിയുള്ള കാലമായി ഉപയോഗിക്കരുത്. പിന്നെയോ പടച്ച റബ്ബിനെ അനുസരിക്കാനുള്ള കാലമായിട്ട് ഈ ദുനിയാവിലെ കാലം നമ്മൾ ഉപയോഗിക്കണം. അള്ളാഹുവിനെ അനുസരിക്കാനുള്ള കാലമായിട്ട് ഈ ദുനിയാവിലുള്ള കാലം, ചുരുങ്ങിയ കാലം നമ്മൾ ഉപയോഗിക്കണം. പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ നമുക്ക് പെടണം. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് മഹാന്മാര് പറഞ്ഞില്ലേ, അവർക്ക് 7 അടയാളങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, പരലോകത്ത് വിജയിക്കുന്ന മുത്തഖീങ്ങൾക്ക് 7 അടയാളങ്ങൾ കാണാം. ഒന്നാമതായവര് പറഞ്ഞു, ഇസ്നതൈനി ഫീ ലിസാനിഹി, 2 കാര്യങ്ങൾ അവരെ നാവിൽ കാണാം. ഒന്നാമതായിട്ട് ഫയംതനിഉ ലിസാനഹു മിനൽ കദിബി വൽ ഗീബതി വകലാമിൽ ഫുളൂൽ. സ്വന്തം നാവിനെ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് അനാവശ്യങ്ങളിൽ നിന്ന്, ഗീബത്തിൽ നിന്ന്, കളവിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. വയജഅലു ലിസാനഹു മശ്ഗൂലൻ ബിദിക്രില്ലാഹി വതിലാവത്തിൽ ഖുർആനി വമുദാക്കറത്തിൽ ഇൽമി. സ്വന്തം നാവിനെ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും, ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും അറിവിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടും സ്വന്തം നാവിനെ അവർ ശുഗലാക്കുന്നു. രണ്ടാമത്തെ കാര്യം അയ്യഖാഫ ഫീ അംരി ബത്നിഹി, സ്വന്തം പള്ളയുടെ വയറിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നു. ഫലാ യദ്ഖുലു ബത്നഹു ഇല്ലാ ത്വയ്യിബൻ ഹലാലാ, ഹലാലായ ഭക്ഷണമല്ലാതെ ഭക്ഷിക്കാൻ അവൻ ഒരുമ്പെടൂല. എത്രയോ ശതമാനം കുറഞ്ഞ കണക്കിലും കൂടിയ കണക്കിലുമൊക്കെ വിവിധ തരത്തിലുള്ള ഹറാമുകൾ സമ്പാദ്യമായിട്ട് നാട്ടിൻ പുറങ്ങളിലും മറുനാടുകളിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, നമ്മുടെ വയറ് അശുദ്ധമാക്കാതെ, നമ്മുടെ ബത്ന് അശുദ്ധമാക്കാതെ ഹലാലായത് ഭക്ഷിക്കാനുള്ള ശ്രമം അത് അള്ളാഹുവിനോടുള്ള ഖൗഫാകുന്നു. മൂന്നാമത്തെ കാര്യം എണ്ണിയപ്പോൾ അയ്യഖാഫ ഫീ അംരി ബസ്വരിഹി, സ്വന്തം കണ്ണിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ പേടിക്കുന്നവരാണ്. ഫലാ യൻദുറു ഇലൽ ഹറാം, ഹറാമിലേക്ക് അവൻ നോക്കൂല. ലാ ഇലദ്ദുന്യാ ബിഐനിർ റഗ്ബ, ദുനിയാവിലേക്ക് താല്പര്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കൂല. വഇന്നമാ യകൂനു നദ്റുഹു അലാ വജ്ഹിൽ ഇബ്റാ, ദുനിയാവിലേക്ക് നോക്കുന്നത് പഠനത്തിന്റെ കണ്ണുകൊണ്ടാണ്. ഒരാൾക്ക് അല്ലാഹു തആല എന്തെങ്കിലും സ്ഥാനമോ മാനമോ ബഹുമാനമോ ഒക്കെ കൊടുത്താൽ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു കണ്ണ്, ചിന്തിക്കുന്ന ഒരു കണ്ണ്, അല്ലാഹു തആല കൊടുത്തതിൽ എത്ര ശുക്ർ ചെയ്യാൻ അള്ളാഹ്ക്ക് തൗഫീഖ് കൊടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന കണ്ണ്. അള്ളാഹ് എനിക്കും പഠിച്ചവൻ അങ്ങനെ തന്നില്ലല്ലോ, അല്ലാഹു തആലക്ക് എന്താ എല്ലാവർക്കും അങ്ങനെ കൊടുത്താൽ എന്ന് ചിന്തിക്കുന്ന കണ്ണല്ല. അങ്ങനെ വരണ്ട. അല്ലാഹു തആലക്ക് എല്ലാവർക്കും കൊടുക്കാൻ അള്ളാഹിന്റെ ഖജനാവിൽ കുറവുണ്ടായിട്ടാണെന്ന് അങ്ങനെ ആരും കരുതണ്ട. ഇഷ്ടം പോലെ ഓരോരുത്തർക്കും അങ്ങോട്ട് കൊടുത്താൽ ഭൂമിയിൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ അക്രമം നടക്കൂല. കുറച്ചെന്നെ കൊടുത്തിട്ടുള്ള കഥ എങ്ങനെ? കുറച്ചാൾക്കാർക്ക് കുറച്ച് അധികം കൊടുത്തപ്പോൾ തന്നെ ഭൂമിന്റെ കഥ നോക്ക് നിങ്ങൾ. കുറച്ചാൾക്കാർക്കല്ലേ അല്ലാഹു തആല ഭരണവും സ്വാധീനവും അധികാരം കൊടുത്ത് എന്തെല്ലാണോ ചെയ്യുന്നത്? എല്ലാവർക്കും ഒരുപോലെ പരന്ന വിശാലമായ അവസ്ഥ കൊടുത്തിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർദ്, ഭൂമിയിൽ അക്രമം തന്നെ ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു യുനസ്സിലു ബിഖദരി മാ യശാ, ലിമിറ്റാക്കിയിട്ട് ചില ആളുകളെ നിശ്ചയപ്പെടുത്തിയിട്ട് മാത്രം അല്ലാഹു തആല കൊടുക്കുന്നത്. കൊടുക്കാൻ ഖജനാവിൽ കുറവുള്ളത് കൊണ്ടല്ല, ബാക്കിയുള്ള ആളുകൾ കൂടി സ്വസ്ഥത നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ടാണ്.
നാലാമത്തെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു യഖാഫ ഫീ അംരി യദിഹി, സ്വന്തം കൈയിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ഫലാ യമുദ്ദുഹാ ഇലൽ ഹറാം, ഹറാമിലേക്ക് അവന്റെ കൈ നീട്ടൂല. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹറാമായ രീതിയിലേക്ക് കൈയിനെ നീട്ടൂല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഹറാമായ ഒരു രംഗം കാണാനോ, ഒരു ചാറ്റിംഗ് നടത്താനോ, ഒരു മിസ് കോൾ അടിക്കാനോ, ഒരു കോൾ ചെയ്യാനോ ഒന്നും കൈകൊണ്ട് ബട്ടണമർത്തൂല. ഹറാമായ ഒരു സംഗതി എഴുതാൻ കൈവരൽ ഉപയോഗിക്കൂല. ഹറാമായ രീതിയിൽ ഒരു മെസ്സേജ് എഴുതാൻ പോലും, അല്ലെങ്കിൽ സഹോദരങ്ങളെ പറ്റാത്ത ഒരു വിഷയം മറ്റൊരാളിലേക്ക് അതേ അയച്ചു കൊടുക്കാൻ, ഷെയർ ചെയ്യാൻ പോലും കൈ നീട്ടുകയില്ല. കൈയിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നു. വൈന്നമായ മുദ്ദു യദഹു ഇലാ മാ ഫീഹി ത്വഅത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങൾ ഏതുണ്ടോ അതിലേക്ക് കൈ ഉയർത്തുന്നു. അതേ ദിക്ർ ചൊല്ലാൻ വേണ്ടി കൈ ഉയർത്തുന്നുണ്ട്, ഖുർആൻ മറിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നുണ്ട്, ഹലാലായ സമ്പത്ത് അധ്വാനിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അഞ്ചാമത് പറഞ്ഞു അയ്യഖാഫ ഫീ അംരി ഖദമൈഹി, രണ്ട് കാലിന്റെ കാര്യത്തിലും അല്ലാഹുവിനെ പേടിക്കുന്നു. ഫലാ യംശി ഫീ മഅസിയത്തില്ലാ, അല്ലാഹുവിന് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യത്തിലും നടന്നു പോകൂല. ആറാമതായി പറഞ്ഞു യഖാഫ ഫീ അംരി ഖൽബിഹി, സ്വന്തം മനസ്സിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അതേ, അപ്പോൾ ആ മനസ്സിൽ നിന്ന് വിദ്വേഷം നീങ്ങുന്നു, ശത്രുത നീങ്ങുന്നു, മറ്റുള്ളവരോടുള്ള പകയും മറ്റുമൊക്കെ നീങ്ങുന്നു. വയദ്ഖുലു ഫീഹിൻ നസീഹത്തു വശഫഖത്തു ലിൽ മുസ്ലിമീൻ, ഏതൊരു മുസ്ലിമിനും ഗുണം ഉപദേശിക്കണം, ഏതൊരു മുസ്ലിമിനോടും സ്നേഹത്തോടെ വർത്തിക്കണം. പാവപ്പെട്ട ആളുകളെ അവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയോടെ നോക്കണം. ആ നിലക്കുള്ള നല്ല കൽബാണ് അവന്റെ കൽബ്. ഒരു മുസ്ലിമിനോടും വിദ്വേഷമില്ല, തെറ്റ് ചെയ്യുന്ന ആളോട് പോലും പകയില്ല. നന്നാകണമെന്ന അർത്ഥത്തിൽ അവനെ നോക്കിയിട്ട് അവനെ നന്നാക്കുന്നു.